കേരളത്തിലെ കയർ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി 1959 പ്രവർത്തനം ആരംഭിച്ച കയർ ബോർഡ് കഴിഞ്ഞ 50 വർഷത്തെ പ്രവർത്തന മികവിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നടത്തിവരുന്നത്. കേരളത്തിന്റെ പരമ്പരാഗത തൊഴിൽ വ്യവസായമായ കയർ വ്യവസായത്തിന് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകാൻ സഹായിക്കുമെന്നത് വസ്തുതാർഹമായ കാര്യമാണ്. കയർ തൊഴിലാളികളുടെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കുമായി വൈവിധ്യമാർന്ന പദ്ധതികളാണ് കയർ ബോർഡ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കപ്പെടുന്ന തൊണ്ടിൽ നിന്നും കോടിക്കണക്കിന് വിദേശ നാണ്യങ്ങളാണ് കയർ മേഖല രാജ്യത്തിന് നേടിത്തരുന്നത്. ഇത്തരം വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനുള്ള പദ്ധതികളാണ് കയറിൻ്റെയും കയർ തൊഴിലാളികളുടെയും നാടായ ആലപ്പുഴയിൽ ജന്മമെടുത്ത കയർ ബോർഡിന്റെ ലക്ഷ്യം. കാലോചിതമായ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് കുതിക്കുന്ന കയർ വ്യവസായം ആഗോള സാമ്പത്തിക മാന്ദ്യം എല്ലാ വ്യവസായ മേഖലകളെയും നാശത്തിലേക്ക് നയിച്ചപ്പോഴും തലയുയർത്തി നിൽക്കാനായി എന്നുള്ളത് അഭിനന്ദനീയമാണ്. കാർഷിക ജില്ലയായ പാലക്കാടിൽ വെച്ച് നടന്ന കയർ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനവും കാർഷിക മേളയും എന്നും ഓർമ്മയിൽ നിൽക്കാവുന്ന ഒരു ചടങ്ങായി മാറി. പരമ്പരാഗത വ്യവസായമാണ് കയർ വ്യവസായം. ഇതിൽ മുതൽ മുടക്ക് കുറവും കൂടുതൽ തൊഴിലവസരം കിട്ടുന്ന ഒരു വ്യവസായമാണ്. ഇത് പുനരുദ്ധരിപ്പിക്കുക വഴി ധാരാളം സ്ത്രീകൾക്ക് ജോലി കിട്ടും. സമൂഹത്തിൻ്റെ അടിത്തട്ടി കിടക്കുന്ന സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ജോലി കിട്ടുന്ന ഏറ്റവും വലിയ ഒരിതാണ്. അതിൽ ഞാൻ പറയുകയാണെങ്കിൽ റിമോട്ട് എന്ന സ്കീം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ട്. അതൊരു നിശബ്ദ വിപ്ലവമാണ്. 243 കോടി ഉറുപ്പികയാണ് അതിൻ്റെ അടങ്കൽ തുക. 99 കോടി ഉറുപ്പിക സബ്സിഡിയാണ്. 55% ബാങ്ക് ലോണും 5%, അതായത് 25,000 ഉറുപ്പിക ഉപഭോക്താക്കളുടെ കോൺട്രിബ്യൂഷനും 40% കയർ ബോർഡിൻ്റെ സബ്സിഡിയും 2 ലക്ഷം ഉറുപ്പിക. അതുകൊണ്ട് കിട്ടുന്ന പ്രയോജനം ഒരു ഫാക്ടറിയിലോ ഒരു സ്വകാര്യ മുതലാളിയുടെ കീഴിലോ ജോലിക്ക് പോകാതെ സ്വന്തം വീട്ടിൽ നിന്ന് ജോലി ചെയ്യാം. അവരെ വീട്ടുകാര്യങ്ങൾ നോക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അയക്കാനോ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും സാധിക്കും. അതേസമയത്ത് വീട്ടമ്മമാർക്ക് പ്രായം ചെന്നവരെ ശുശ്രൂഷിക്കാനും അവർ ആ കാര്യങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ട് ജോലി. അപ്പോൾ അവർ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന സമൂഹത്തിൻ്റെ അടിത്തട്ടി കിടക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും ഒരു വിപ്ലവകരമായ ഒരു പദ്ധതിയാണ് റിമോട്ട്. 26 കയർ ബോർഡിനും അത് നന്നായി നടക്കേണ്ട. കേരളത്തിൽ തന്നെ 5 വളരെ നല്ല നിലയിൽ തന്നെ നടന്നു പോവുകയാണ്. അതുകൊണ്ട് അവരെ കൂട്ടായ്മ ഉണ്ടാക്കാൻ, ഈ കയർ വ്യവസായവുമായി ബന്ധപ്പെടുന്നവർ ഒരു കൂട്ടായ്മ നടത്താൻ ഉള്ളൊരു സ്കീമാണതുള്ളത്. പിന്നെ അതുപോലെ ഞങ്ങളുടെ ആഭ്യന്തര വിപണി വികസിപ്പിക്കാൻ കയർ മേഖലയ്ക്ക് കയറിൻ്റെ ഷോറൂമുകളുടെ നവീകരണം ഒരു പ്രധാന പദ്ധതിയായി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഷോറൂമുകൾ കുറച്ചുകൂടി നല്ല നിലയിൽ കൊണ്ടുപോകാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇവിടെ തരും. അതുപോലെ തന്നെ ഷോറൂമുകളുടെ നവീകരണത്തിൻ്റെ ഒപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് DGNC കൂടെ കയർ കൊടുക്കുക. ഇതുപോലെ കയർ ബോർഡിൻ്റെ ചരിത്രത്തിൽ 55 കൊല്ലത്തെ ചരിത്രത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നോഡൽ ഏജൻസിയായിട്ട് ഇപ്പോഴാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ അത് ഒരു ഇത് ചെയ്യേണ്ടി വരും, ടെൻഡർ കൊടുത്ത് ആ ടെൻഡറിൽ കൂടെ മത്സരത്തിൽ കൂടിയേ കയർ വ്യവസായക്കാർക്ക്. അപ്പോൾ അതില്ലാതെ തന്നെ ഞങ്ങളൊരു റേറ്റ് നിശ്ചയിച്ച് കൊടുത്താൽ നോഡൽ ഏജൻസി ഇന്ത്യ രാജ്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏത് സ്ഥാപനം ഇതിനെടുക്കുകയാണെങ്കിലും ചെറിയ ചവിട്ടി തുടങ്ങി എത്ര കോടിക്കണക്കിന് രൂപ എടുക്കുകയാണെങ്കിലും ഞങ്ങളുടെ മുഖാന്തരം. അതിൻ്റെ അകത്ത് ഞങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെ കയർ കോർപ്പറേഷനും കയർ ഫെഡിനെയും ചെറുകിട വ്യവസായങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആഭ്യന്തര വിപണി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശ വിപണിയിലേക്ക് വളരെ ശക്തമായി നടക്കുകയാണ്. 2007-2008 508 കോടി ഉറുപ്പിൻ്റെയാണ് കയറ്റുമതി നടന്നിരുന്നത്. 2008-2009 ആയപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ടാർഗറ്റ് 600 കോടി ഉറുപ്പികയായിരുന്നു. അപ്പോൾ 640 കോടി ഉറുപ്പിയുടെ എക്സ്പോർട്ട് നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ
600 ചില്ലാനമായി കഴിഞ്ഞു. മാർച്ച് എത്തുമ്പോൾ 750 കോടി ഉറുപ്പിയുടെ സാധിക്കുന്നതാണ്. 700 പോയി 750 ആകുന്നതാണ് പ്രതീക്ഷ. അടുത്ത വർഷം ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ പറയണം 800 കോടി ഉറുപ്പിക അതും കിടക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്താൻ, വേറൊരു ഭാഗത്ത് വിദേശ വിപണി. അങ്ങനെ ഓരോ രാജ്യങ്ങൾ, അമേരിക്കയിലാണ് കൂടുതൽ. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ട് കാരണം മറ്റ് പല റഷ്യയിൽ ഞാൻ പോയിട്ട് നടന്നു, ചില്ലിയിൽ പോയിട്ട് നടന്നു. അങ്ങനെ പുതിയ മേഖലകൾ, അതിൽ കയറിൻ്റെ ഭൂവസ്ത്ര എന്ന് പറയുന്ന ജിയോ ടെക്സ്റ്റൈൽ ഒറീസ മൈൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് വിദേശ രാജ്യങ്ങളിലും അതും ഈ DGNCയിൽ അംഗീകരിച്ചു വന്നു. അപ്പോൾ അത് വലിയൊരു കാര്യങ്ങളാണ്. ഞങ്ങളുടെ റിസർച്ച് സെൻറ്ററിലാണെങ്കിൽ തടിക്ക് പകരം ഉണ്ടാക്കിയതാണ്. അത് ചകിരി മാത്രം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡോർ. അതുപോലെ തന്നെ ആഭരണങ്ങൾ, ലോൺ ഉണ്ടാക്കാം. ആ ലോൺ ഉണ്ടാക്കിയ കോൺക്രീറ്റ് സ്ഥലം പോലും പച്ച പരവതാനി പോലുള്ള പുല്ല് വെച്ച് 5 കൊല്ലം നിലനിൽക്കുന്നുണ്ടാക്കുന്നു. പഴയ കയറും ചവിട്ടിയും അല്ല, മറ്റൊരു മേഖലയ്ക്ക് കൂടി നമുക്കുണ്ടാക്കാൻ സാധിക്കും. ആഭ്യന്തര വിപണി വികസനം. ആഭ്യന്തര വിപണി വികസിപ്പിക്കുവാൻ വേണ്ടി കയർ ബോർഡ് ഭാരതത്തിലുടനീളം 31 ഷോറൂമുകളും 2 സെയിൽസ് ഔട്ട്ലെറ്റുകളും നടത്തിവരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇവയിലൂടെ കൈവരിച്ച ആകെ വിൽപ്പന 14.06 കോടി രൂപയുടേതായിരുന്നു. ഇത് ഒരു സർവ്വകാല റെക്കോർഡാണ്. തൻവർഷം നാളിതുവരെ 12 കോടി രൂപയുടെ വിൽപ്പന കൈവരിച്ചു കഴിഞ്ഞു. ഈ 11ാം പഞ്ചവത്സരത്തിൽ കഴിയുമ്പോഴേക്ക് 1000 കോടി രൂപയുടെ കയറ്റുമതി ആക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ. അതിന് ചെറിയ വിഘ്നങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ആവശ്യമുള്ളത്ര റോ മെറ്റീരിയൽ കിട്ടാണ്ട് വന്നു. ഒരവസരത്തിൽ ചകിരി കിട്ടാണ്ട് വന്നു, പിന്നെ ചൂട് കിട്ടാണ്ട് വന്നു. അങ്ങനെ എക്സ്പോർട്ടേഴ്സിനും കയർ വ്യവസായികൾക്കും കിട്ടാതെ വന്നിരിക്കും. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് വരികയാണ്. അതൊരു തർശം. അല്ലെങ്കിൽ ഈ വർഷം തന്നെ 1000 കോടിയാണ് നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം. ആ 1000 കോടി എത്താനുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിന് ഞാൻ നേരത്തെ ഈ തടസ്സങ്ങളുണ്ടായി, ആ തടസ്സങ്ങൾക്ക് ഇപ്പോൾ മറികടന്ന് പോവുകയാണ്. അങ്ങനെ അതുപോലെ ആഭ്യന്തര വിപണിയിൽ 2000 കോടി ഉറുപ്പിയുടെ വിപണനം നടത്താം. അതിനുള്ള അതിലൊരു ഭാഗമായിട്ട് ഈ വരുന്ന ഈ ജിയോ ടെക്സ്റ്റൈലിലും പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടത്താൻ പറ്റും. അങ്ങനെ ആ വഴിയിലും ഈ ചകിരി പിത്തിൻ്റെ വിപണനം കൂടി വരുമ്പോഴേക്ക് ഇപ്പോൾ എയർപോർട്ടിൽ അതുപോലെ ഇതിൽ വന്നാൽ ഈ രണ്ടും കൂടി വരുമ്പോൾ വളരെ കൂടുതൽ. ഇത് മുഴുവൻ ഇപ്പോൾ സപ്ലൈ ചെയ്യാൻ ഞാൻ ചാർജ് എടുത്തിരിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. ഷോറൂമുകൾ മുഴുവൻ കെട്ടിക്കിടക്കുകയാണ്. പലതരത്തിലുള്ള കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന ചെറുകിട കയർ ഉൽപ്പാദകരാണ്. അവർക്കും സാധനം ഉണ്ടാക്കിയത് വിപണിയിൽ എത്തിക്കാനോ വാങ്ങാനോ ആളില്ലാത്തൊരു പ്രശ്നം വന്ന ശേഷം ഇപ്പോഴുള്ള പ്രശ്നം ആവശ്യത്തിന് ഉള്ള കയർ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ സാധിക്കാത്തതാണ്. ഒരു വ്യവസായത്തിൻ്റെ 3 ഘടകങ്ങളാണ്. ഒന്ന്, അതിന് വേണ്ട ആവശ്യമുള്ള റോ മെറ്റീരിയൽ വേണം. രണ്ടാമത്തെ ആവശ്യമുള്ള സാങ്കേതിക വിദ്യ വേണം. അതിന് ഇൻഫ്രാസ്ട്രക്ചർ വേണം. മൂന്നാമത്തെ വിപണനം വേണം. അപ്പോൾ മാർക്കറ്റ് കൂടി, ഇപ്പോൾ ആവശ്യക്കാർ കൂടി, അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി റോ മെറ്റീരിയൽ കിട്ടാണ്ട് വരും. ഇതെല്ലാം കെട്ടിക്കിടന്നവർ ഇപ്പോൾ ഇവരെല്ലാം തുരുമ്പ് പിടിച്ച പണിയാലകൾ പോലെ ആയിട്ട് കിടക്കുന്നവരൊക്കെ ഇപ്പോൾ കയർ വ്യവസായത്തിലെ ചെറുകിടക്കാരൊക്കെ വളരെ ഉന്മേഷവാന്മാരായി മാറിയിരിക്കുകയാണ്. അവർക്ക് കൊടുക്കാനും. പക്ഷേ അതിൽ ഈ നമ്മളെ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളെ കിട്ടാത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ അതാണ് ഞങ്ങൾ അധ്വാന ഭാരം കുറഞ്ഞ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ വേതനം കൊടുക്കാൻ സാധിച്ചാൽ ആ പ്രശ്നം. അപ്പോൾ അതിനുള്ള ഒരു ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതിയാണ് ഞങ്ങളുടെ റിസർച്ച് സെൻറ്റർ ചെയ്യുന്നു. അങ്ങനെ വന്ന് ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ 1000 കോടി എത്തിക്കാൻ പ്രയാസമില്ല. അതുപോലെ തന്നെ ആഭ്യന്തര വിപണിയിലും. ആഭ്യന്തര വിപണി വികസിപ്പിക്കുവാൻ വേണ്ടി കയർ ബോർഡ് DGS&Dയുടെ റേറ്റ് കോൺട്രാക്റ്റ് നേടിയെടുത്തിട്ടുണ്ട്. ഇതുമൂലം പ്രതിരോധ സ്ഥാപനങ്ങൾക്കും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ടെൻഡർ വിളിക്കാതെ തന്നെ റേറ്റ് കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ കയർ ബോർഡിൽ നിന്നും കയർ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങുവാൻ സാധിക്കുന്നതാണ്. തൻവർഷം ഏതാണ്ട് 60 ലക്ഷം രൂപയുടെ
കയറുൽപ്പന്നങ്ങൾക്ക് DGS ആൻഡ് D റേറ്റ് കോൺട്രാക്ട് അനുസരിച്ച് ഓർഡർ ലഭിച്ചു കഴിഞ്ഞു. ഇതുമൂലം പ്രതിവർഷം 500 കോടി രൂപയുടെ അധിക വിൽപ്പന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദേശ വിപണി ഇപ്പോൾ 110 രാജ്യങ്ങളിലായി അതിൻ്റെ പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ തുടങ്ങി. അവിടെ പുതിയ നിലയ്ക്കുള്ള കയർ പിത്ത് അയക്കാൻ തുടങ്ങി. കയറുകളുടെ പുതിയ ലഭ്യത. ഇതുപോലെ തന്നെ ജിയോ ടെക്സ്റ്റൈൽ ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലേക്കുള്ളതാണ്. ഇപ്പോൾ ഞാൻ 9 സംസ്ഥാനത്ത് പറഞ്ഞു. പല സംസ്ഥാനങ്ങളിലും ചില്ലിയിൽ പോയപ്പോഴും സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോഴും അവിടെയെല്ലാം ഈ കോൺക്രീറ്റ് കൊണ്ടാണ് ചില്ലിയിലെല്ലാം ഈ മണ്ണൊലിപ്പ് തടയാൻ പഠിക്കുന്നത്. അവിടുത്തെ കൃഷി വകുപ്പ് മന്ത്രി ഇത് കണ്ടപ്പോൾ വളരെ താല്പര്യപൂർവ്വം ചോദിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ ജൂട്ട് കൊണ്ടാണ്. ജൂട്ടിന് ഇത്ര ഇതില്ല, ഡ്യൂറേഷനില്ല. അത് 1 വർഷം കഴിഞ്ഞാൽ കെടുന്നു. ഇത് 5 വർഷം വരെ നിൽക്കും. അപ്പോൾ അത് അവിടേക്കൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത, പക്ഷേ അത് അത്രയും വിപുലമായി ഇതിൻ്റെ പ്രചരണം കൊടുത്ത് അവിടെ എത്തിയാൽ അവർക്ക് മുഴുവൻ ആവശ്യമുള്ള ഉൽപ്പന്നം കൊടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു ഭയവും എൻ്റെ മനസ്സിലുണ്ട്. ഏതായാലും ഒരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുക. ഒരു വെല്ലുവിളി എന്നുള്ള നിലയ്ക്കാണ് ആഭ്യന്തര വിപണിയിലും വിദേശ വിപണിയിലും നമ്മൾക്ക് തന്നിട്ടുള്ള ലക്ഷ്യം കൈവരിക്കുക, അതിനെ സജ്ജമാക്കി നിൽക്കാൻ, അതിനെനിക്കുള്ള ഒരു സംതൃപ്തി, അതിനനുസരിച്ചുള്ള ഞങ്ങളുടെ ഓഫീസർമാർ, ജീവനക്കാർ, അതുപോലെ തന്നെ റിസർച്ച് സെൻറ്ററിലുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മളാ വെല്ലുവിളിക്ക് എന്നോടൊപ്പം സഹകരിക്കുക. ഇതൊരു വ്യക്തിൻ്റെ മാത്രമല്ല, ചെയർമാൻ വിചാരിച്ചാൽ ഒന്നും നടത്താൻ സാധിക്കില്ല. ചെയർമാന് വേണ്ട ആവശ്യപ്പെടുന്നതനുസരിച്ച് പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റിംഗ് വിഭാഗം, മാർക്കറ്റിംഗ് ഡയറക്ടറും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും അതുപോലെ ചെയ്യുന്നുണ്ട്. അത് വലിയ ഒരു സഹായമായി ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ. നമ്മളൊരു കാര്യം ഏറ്റുവന്നാൽ അത് നടപ്പിലാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും അതുപോലെ തന്നെ റിസർച്ചിലുള്ള ഗവേഷണ വിഭാഗവും വളരെ താല്പര്യമെടുക്കുന്നുണ്ട്. തൊഴിലാളികൾ ഉൾപ്പെടെ അതിനോട് താല്പര്യമാണ്. കയർ കയറ്റുമതിയിൽ കേരളത്തിലെ പരമ്പരാഗത കയർ ഉൽപ്പന്നങ്ങളുടെ പങ്ക് കുറഞ്ഞു വരുന്നത് പരിഗണിച്ച് കൈത്തറി മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന പരിരക്ഷ നിലനിർത്തുവാൻ വേണ്ട ഊർജിത ശ്രമങ്ങൾ കയർ ബോർഡ് നടത്തിവരുന്നു. കേരവൃക്ഷത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും എല്ലാം ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ നാളികേര ബോർഡിൻ്റെ പല ഗവേഷണങ്ങളും ഞങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ട്. അവർ ഞങ്ങളുടെ നാളികേര കൃഷിയും മറ്റത് വ്യാപിപ്പിക്കുന്നത് അവരുടെ ജോലിയാണെങ്കിലും ഞങ്ങളതിൻ്റെ പല ടെക്നോളജിയും, ഇപ്പോൾ കരിക്കിൻ്റെ തുണ്ടുകളൊന്നും ഉപയോഗിക്കാൻ, അതുപോലെ മറ്റു പല കാര്യങ്ങളും ഞങ്ങളുടെ റിസർച്ച് സെൻറ്ററിൽ ഞങ്ങൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട് കയർ ക്ലസ്റ്റർ ഭാരതത്തിലെ തിരഞ്ഞെടുത്ത 100 പരമ്പരാഗത ക്ലസ്റ്ററുകളിലൂടെ നടപ്പാക്കി വരുന്ന സ്ഫൂർത്തി പദ്ധതിயின் കീഴിൽ 26 ക്ലസ്റ്ററുകൾ കയർ വ്യവസായത്തിന് അനുവദിച്ചതിൽ 19 ക്ലസ്റ്ററുകൾ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. ഞങ്ങൾ മന്ത്രി കാര്യാലയത്തിൽ 100 ക്ലസ്റ്ററാണ് കൊടുത്തത്. അതിൽ കയർ ബോർഡിനുള്ളത് 26 ആ 26 19 കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 2 ബാക്കിയുള്ളൂ. ഒന്ന് വയ്ക്കാൻ റെഡിയായി, ഇലക്ഷൻ വന്നുകൊണ്ട് പാലക്കാട് അവസാനം വന്നുകൊണ്ട് പാലക്കാടും അതിൻ്റെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, എല്ലാ പ്രവർത്തനമായി കഴിഞ്ഞു. മറ്റ് കർണാടകത്തിൽ പായിക്കഴിഞ്ഞു, അത് കമ്മീഷൻ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പിന്നെ നോർത്ത് ഈസ്റ്റിൽ അതായിട്ടുണ്ട്. അവിടെ ഉദ്ഘാടനം ചെയ്യാൻ അവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട്, ആസാമിലും ഒക്കെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് അവിടെ ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും അത് താമസമില്ലാതെ അത് പൂർത്തീകരിക്കും. അതിൻ്റെ പ്രവർത്തനം വളരെ ആശാവഹമായ ഒരു നടപടിയാണ്. കേരളത്തിൽ 5-ൽ 6-ൽ 4 കഴിഞ്ഞു. ഈ തമിഴ്നാട്ടിൽ നടത്തിയത് മുഴുവൻ ഇപ്പോൾ അവർ ഉണ്ടാക്കുന്നതിൽ ഒരു ഭാഗത്ത് ചൂടി ഉണ്ടാക്കുന്നതിന് പുറത്ത് ഇപ്പോൾ കൂടുതലവർ താല്പര്യം എടുക്കുന്നത് വിത്തുണ്ടാക്കി ബ്രിക്സ് ഉണ്ടാക്കാനാണ് അവർക്ക്. അതിലാണ് വലിയ താല്പര്യം. കഴിഞ്ഞ ദിവസം 5 ക്ലസ്റ്റർ ഒന്നിച്ച് ഞങ്ങൾ വെല്ലൂരിൻ്റെ അടുത്ത് വെച്ചിട്ട് കൂളിയാട്ടം പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് അവിടുത്തെ മന്ത്രി ഉൾപ്പെടെ വന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ 3-4 ഈ ഇതുണ്ടാക്കണം. പിന്നെ ഏറ്റവും അവസാനം ചെയ്ത് കഴിഞ്ഞ മാസം 27-ാം തീയതി ചെയ്തത് ശിവഗംഗയിലെ സിംഗമംഗലയിൽ ചിദംബരത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് വലിയൊരു പ്രോജക്റ്റായിരുന്നു, അത് വലിയൊരു ഉത്സവമായി. അത് തന്നെ ചിദംബരം വളരെ താല്പര്യപ്പെട്ട് വളരെ കാലമായി ശ്രമിച്ച് നടക്കാത്ത അത് ചെയ്തു എന്നുള്ള അദ്ദേഹം വളരെ അഭിനന്ദിച്ച് പറഞ്ഞു. അവിടുത്തെ ഒരു ശരിക്ക്
ഒരു ഉത്സവച്ചായയിലാണ് ഒരു 10,000 ആൾക്കാർ, സ്ത്രീകൾ. ഒരു 10,000-ൽ ഒരു 500 താഴെ പുരുഷന്മാരുള്ളൂ. മറ്റത് മുഴുവൻ അതുമായി ബന്ധപ്പെടുന്ന ഉപജീവനം നടത്തുന്നവരാണ്. അവിടുത്തെ ആ മേഖലയിൽ മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ സാധാരണ മരച്ചോടിലും മറ്റെവിടെയൊക്കെയാണ് അവർ കയറി പിരിക്കാനും മറ്റും ചെയ്ത്. മഴക്കാലത്ത് മഴ കൊള്ളണം, വെയിൽ കാലത്ത് വെയിൽ കൊള്ളും. അതിന് ഷെഡ് ഉണ്ടാക്കാനും മറ്റു പരിപാടിയായിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അവർ വളരെ അതിൽ ആഭ്യന്തരമന്ത്രി തന്നെ അദ്ദേഹം തന്നെ അഭിനന്ദിച്ച് പറഞ്ഞത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ശിവഗംഗയിലെ ജനങ്ങളുടെയും എൻ്റെയും പേരിൽ കയർ ബോർഡിനെയും കയർ ബോർഡ് ചെയർമാനെയും ഞാൻ അഭിനന്ദിക്കണം. വളരെ കാലമായി ഒരു കുട്ടി ജനിക്കാൻ വേണ്ടി കാത്തിരുന്ന് ഇപ്പോൾ ആ കുഞ്ഞ് ജനിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അത്രയും ഇതാക്കാൻ സാധിച്ചു. കേരളത്തിലെ നാളികേര കൃഷിയിലും തേങ്ങ ഉൽപാദനത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മേഖലയാണ് മലബാർ മേഖല. എന്നിരുന്നാലും കയർ, ചകിരി ഉൽപാദനത്തിലും ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രംഗത്തും മലബാർ മേഖല വളരെയധികം പിന്നാക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. VS വിജയരാഘവൻ കയർ ബോർഡ് ചെയർമാനായി ചാർജ് എടുത്തതിന് ശേഷം ഈ മേഖലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവയ്ക്ക് ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് പാലക്കാട് ജില്ലയ്ക്ക് ഒരു പ്രത്യേക കയർ ക്ലസ്റ്റർ അനുവദിക്കുവാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത്. 8 സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സഡക് യോജന പ്രകാരം 50 കിലോമീറ്റർ വീതം ഗ്രാമീണ റോഡ് കയർ ജിയോ ടെക്സ്റ്റൈൽസ് ഉപയോഗിച്ച് നിർമ്മിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാമീണ വികസന മന്ത്രാലയം ഉത്തരവായിട്ടുണ്ട്. ഇതിൽ കേരളത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രാരംഭ ചർച്ചകൾ പൂർത്തിയാക്കി 5 സംസ്ഥാനങ്ങളിൽ പദ്ധതി ഈ വർഷം തന്നെ ആരംഭിക്കുന്നതാണ്. ഈ വർഷം വേറൊരു പുതിയ ഒരു നേട്ടം നമുക്കുണ്ടാക്കാൻ സാധിച്ചു. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി 9 സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി. 8 സംസ്ഥാനങ്ങളിലാണ് കഴിഞ്ഞ വർഷമായത്. ഞാൻ നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇതിൻ്റെ ബന്ധപ്പെട്ടവരുമായി സമ്മർദ്ദം ചെലുത്തിയതിന് ഫലമായി കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളായി. അങ്ങനെ ഒരു സംസ്ഥാനത്തിൽ 50 കിലോമീറ്റർ വെച്ച് 450 കിലോമീറ്റർ ജിയോ ടെക്സ്റ്റൈൽ ഭൂവസ്ത്ര ഉപയോഗിച്ചുകൊണ്ട് പണിയെടുക്കാണ്. അത് കോടിക്കണക്കിന് ഉറുപ്പിയുടെ ആഭ്യന്തര വിപണിയിൽ നേടാൻ സാധിക്കും. അത് വലിയൊരു നേട്ടമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അത് ഒരിക്കലുമില്ലാത്ത 9 സംസ്ഥാനങ്ങളിൽ ഇത് പ്രവർത്തിച്ചു വരുമ്പോൾ 450 കിലോമീറ്റർ പ്രവർത്തിച്ചു വരുമ്പോൾ കയർ ബോർഡിലെ കയർ തൊഴിലാളികൾക്കുള്ള ജോലിയാവും. അതുപോലെ തന്നെ ഉൽപ്പാദകർക്ക് ഇതിൻ്റെ മാർഗമാവും. നമ്മുടെ ഷോറൂമിൽ ഇതിൻ്റെ മാർക്കറ്റ് കിട്ടും. അങ്ങനെ ഈ മേഖലയ്ക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ എല്ലായി 5 സംസ്ഥാനങ്ങളിൽ കോൺട്രാക്റ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഈ വർഷം തന്നെ തുടങ്ങും. കയർ ബോർഡിന്റെ കീഴിലുള്ള കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം ഈ പദ്ധതിക്ക് വേണ്ട സാങ്കേതിക ഉപദേശങ്ങൾ നൽകുന്നതാണ്. ഇത് സംബന്ധിച്ച ധാരണാപത്രം കോഴിക്കോട്, തിരുച്ചിറപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലെ NIT-കളുമായി തിരുവനന്തപുരത്തുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗുമായും ഒപ്പുവെച്ചു കഴിഞ്ഞു. 4 ലക്ഷം ചതുരശ്ര മീറ്റർ കയർ ജിയോ ടെക്സ്റ്റൈൽസിന് ഓർഡർ നൽകി കഴിഞ്ഞു. ഈ പദ്ധതി നടപ്പാക്കുന്നത് മൂലം കയർ ജിയോ ടെക്സ്റ്റൈൽസിന്റെ ഭാരതത്തിലെ ഉപയോഗം വർദ്ധിച്ച തോതിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 9 സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാമീണ റോഡുകൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. കേരളം അതിൽ ആദ്യം 8 സംസ്ഥാനങ്ങളിലാണ് ഉണ്ടാകുന്നത്. കേരളം ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 4 ലക്ഷം ചതുരശ്ര മീറ്ററാണ് ഇപ്പോൾ കേരളത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അത് NIT-യും തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും വെച്ചിട്ടാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ 2 സ്ഥലത്തും നടത്താൻ ഞങ്ങൾ ഇപ്പോൾ മലബാർ മേഖലയിലും തിരുവാങ്കൂർ മേഖലയിലും 2ആയിട്ട് ഇത് നടത്താൻ വേണ്ടി അതിൻ്റെ എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഉടൻ തന്നെ ഈ മാസം കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങും. അതായാലും അതിൻ്റെ എല്ലാ സാങ്കേതികമായിട്ടുള്ള എല്ലാം കഴിഞ്ഞു. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്ക് മത്സരിക്കുന്നത് ശ്രീലങ്കയാണ് ഒരു പ്രധാനപ്പെട്ട, പിന്നെ ഫിലിപ്പൈൻസ്. പക്ഷേ അവരൊന്നും ഈ കയർ ശ്രീലങ്കയിൽ പഴയ നിലയിലുള്ള കയറിൻ്റെ ഉൽപ്പന്നങ്ങളല്ലാതെ പുതിയ നവീകരിച്ചിട്ടുള്ള പല ഇതും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ
തടിക്ക് പകരം ഇപ്പോൾ നമ്മുടെ ഈ ഡോറ് തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാൻ തടിക്ക് പകരം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ആഭരണം ഉണ്ടാക്കുന്നുണ്ട്. ഡൽഹിയിൽ നടന്ന എക്സിബിഷനിൽ, ഈ അന്താരാഷ്ട്രീയ എക്സിബിഷനിൽ തന്നെ കയർ ബോർഡിന് പ്രൈസ് കിട്ടാനെടുത്തു. അതവിടെ കിച്ചൺ ആവശ്യമുള്ള തടിക്ക് പകരമുള്ള എല്ലാ ഏർപ്പാടും ഉണ്ടാക്കാൻ സാധിച്ചു. കയർപ്പിത്ത് ഒരു കാലഘട്ടത്തിൽ ഈ ചകിരിച്ചോറ് ആർക്കും വേണ്ടാതെ അത് കുന്നുകൂടി കിടന്ന് അത് ഒരു വലിയ വിഷമമായിട്ട് അത് മാറ്റിയെടുക്കാൻ സാധിക്കാത്ത സ്ഥലം തന്നെ മുടക്കി കിടക്കുന്ന ഏർപ്പാട്. അപ്പോൾ അതിനാണ് ഏറ്റവും ഡിമാൻഡ്. ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ആംസ്റ്റർഡാമിൽ, നെതർലാൻഡിലൊക്കെ വലിയ ഡിമാൻഡാണ്. ഞങ്ങൾ പോയപ്പോൾ കാണാൻ സാധിച്ചത്. ഓരോ സ്ഥലത്തേക്ക് വേണ്ട ഏത് കൃഷിക്ക് ആവശ്യമാണെങ്കിൽ ആ കൃഷിക്കനുസരിച്ചുള്ള മാനുവർ കൊടുത്ത് മിക്സ് ചെയ്ത് അവിടെ കൊടുക്കും. അതുപോലത്തെ തനിയായിട്ടും കൊടുക്കുന്നുണ്ട്. ആ കയർപ്പിത്ത് മണ്ണിന് പകരം ഉപയോഗിക്കാം. അതിൽ ഈർപ്പം നിലനിൽക്കും. അതുപോലെ തന്നെ ആവശ്യമുള്ള ചുരുങ്ങിയ ഇതുകൊണ്ട് കൂടുതൽ വലിയ കൃഷി ചെയ്യാൻ, വലിയ ചട്ടിയോ ഒന്നും വേണ്ട, ചെറിയൊരു ട്രെയിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പുഷ്പകൃഷിക്കാണ് നെതർലാൻഡിൽ ഏറ്റവും കൂടുതൽ. അവിടെ അവർ ഇതാണ് അതിൻ്റെ ഏറ്റവും പറ്റിയ മാനുവർ എന്നാണ് അവർ പറയുന്നത്. അവിടേക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കയർപ്പിത്ത് പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ക്ലസ്റ്റർ മുഖാന്തരം ഉണ്ടാക്കുന്നത് പല ഇതിലും പ്രവർത്തിക്കുന്ന കയർപ്പിത്ത് കൊണ്ട് അതിൻ്റെ ബ്രിക്സ് ഉണ്ടാക്കുന്ന മിഷനറിയാണ് ഇപ്പോൾ പല സ്ഥലത്ത്. തമിഴ്നാട്ടിലും കഴിഞ്ഞ ആഴ്ച കുറേ എണ്ണം ഞാൻ ഉദ്ഘാടനം ചെയ്ത് മുഴുവൻ കയർപ്പിത്താണ് ഉണ്ടാക്കുന്ന ടെക്നോളജിയാണ് അവർ ഉപയോഗിച്ച് വരുന്നത്. സ്വയം പര്യാപ്തമായി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധാരണക്കാരന് താങ്ങും തണലുമായ കയർ ബോർഡ് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കയർ ബോർഡിന്റെ ചെയർമാൻ ശ്രീ VS വിജയരാഘവനും കൂട്ടരും.